أما بعد فإن خير الكلام كلام الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഫിഖ് പഠന ക്ലാസ്സിൽ തസ്ഹീദുൽ ഫിഖ് എന്ന ഷെയ്ഖ് ജബീൻ റഹിമഹുള്ളയുടെ കിതാബ് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ടാം പാഠത്തിൽ കിതാബു സ്വലാ, നിസ്കാരം എന്ന ഭാഗത്ത് സിഫത്ത് സ്വലാ, നിസ്കാര രൂപം എന്നതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗം. അതിൽ 1657 വരെയുള്ള 58 വരെയുള്ള മസ്അലകളാണ് നമ്മൾ പഠിച്ചത്. ഇനി ആറാമത്തെ ഉപാധ്യായം അൽ ഫസ്ലു സാദിസ്, ആറാമത്തെ ഉപാധ്യായമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പൊതുവെ കഴിഞ്ഞ 2-3 ദിവസം കുറച്ച് തിരക്കായതുകൊണ്ട് ഇന്ന് ഒരു കാര്യമായി നോക്കാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് ഇപ്പോൾ ഉണ്ടാവും. കിതാബ് സാധാരണ വണ്ടിയിൽ വെക്കലാണ്, അതും തന്നെ കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അതും കൈവശം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അൽ ഫസ്ലു സാദിസ്, ആറാമത്തെ ഉപാധ്യായം. വദഉൽ യദൈനി ഹാദൽ ഖിയാം, നൃത്തത്തിൻ്റെ സന്ദർഭത്തിൽ കൈകൾ വെക്കൽ എന്ന അധ്യായമാണ്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കൈ ഉയർത്തൽ എന്നതാണ് പഠിച്ചത്. റഫ്ഉൽ യദൈൻ, കൈകൾ ഉയർത്തൽ, എപ്പോഴെല്ലാം ഉയർത്തണം, എങ്ങനെ ഉയർത്തണം, ഏതുവരെ ഉയർത്തണം എന്നൊക്കെയാണ് കഴിഞ്ഞ ഫസ്ലിൽ ചർച്ചയ്ക്ക് വന്നത്. ഇനി ആ കൈ വെക്കേണ്ട രൂപം എങ്ങനെയാണ് വെക്കേണ്ടത്, വലത് കൈ ഇടത് കൈയിന്മേലാണോ, അത് തന്നെ എങ്ങനെയാണ് മുൻകൈയും തമ്മിലാണോ, മണിബന്ധം തമ്മിലാണോ പിടിക്കേണ്ടത് തുടങ്ങിയ ചർച്ചകളും എവിടെയാണ് കൈ വെക്കേണ്ടത് എന്നുള്ള ചർച്ചയും അതെല്ലാം ഈ ഫസ്ലിൽ ചർച്ചയ്ക്ക് വരും. 1659 സബത ഫി സുന്നത്തി, സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. അന്നൽ മുസല്ലിയ ഫി ഖിയാമിഹി യഖ്ബിദു കഫ യദഹുൽ യുസ്റ ബിയദിഹിൽ യുംന, നിസ്കരിക്കുന്നവൻ അവൻ്റെ നൃത്തത്തിൽ ഇടതു കൈയിന്മേൽ പിടിക്കണം, ബിയദിഹിൽ യുംന, വലത് കൈ കൊണ്ട് എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. കൈ വെക്കുന്ന കാര്യത്തിൽ 2-3 ഏരിയയാണ് വരിക. ഒന്ന് വലത്തെ കൈ ഇടത്തെ കൈമേൽ വെക്കുക എന്നുള്ളത്. 2 അതിൽ തന്നെ ഏതു ഭാഗത്താണ് പിടിക്കേണ്ടത് എന്നത്. 3 ആ കൈ നെഞ്ചിൻ്റെ ഏതു ഭാഗത്താണ് വെക്കേണ്ടത് എന്നത്. ഈ 3 വിഷയമാണ് ഇതിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോൾ ഒന്ന് ഖിലാഫില്ലാത്ത സ്ഥിരപ്പെട്ട കാര്യമാണ് സബത ഫി സുന്നത്തി, സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. അന്നൽ മുസല്ലിയ, തീർച്ചയായും നിസ്കരിക്കുന്ന ഒരാൾ, ഫി ഖിയാമിഹി, അവൻ്റെ നൃത്തത്തിൽ, യഖ്ബിദു കഫ യദഹുൽ യുസ്റ, ഇടത്തെ കയ്യിൻ്റെ കഫിനെ, ഇടത് കയ്യിൻ്റെ മുൻകയ്യിനെ അവൻ പിടിക്കണം, ബിയദിഹിൽ യുംന, അവൻ്റെ വലത്തെ കൈ കൊണ്ട് പിടിക്കണം എന്നത് സബത ഫി സുന്ന, സുന്നത്തിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. കഫന ഇതാണ് മുൻകൈ, ഇവിടുത്തെ കൊണ്ടുള്ളതാണ് കഫ് എന്ന് പറയുക. അപ്പോൾ ഈ ഇടത്തെ കഫിനെ വലത്തെ കഫ് കൊണ്ട് പിടിക്കണം എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. താഴെ നമ്പർ 4 കാണാം. ഹക്കാഫി റഹ്മത്തുൽ ഉമ്മ അൽ ഇജ്മാ അല ഇസ്തിഹ്ബാബി വദ്ഇൽ യമീനി അല ശിമാൽ, വലത് കൈ ഇടത് കൈമേൽ വെക്കൽ സുന്നത്താണ് എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് റഹ്മത്തുൽ ഉമ്മ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വസ്തസ്നാ മാ റുവിയ അൻ മാലിക് മിൻ ഇർസാൽ വഖൗൽ ഔസാഇ ബിത്തഖീർ, എന്നാൽ മാലിക് ഇമാമിൽ നിന്ന് കൈ തൂക്കിയിടണം എന്ന് പറയുന്ന ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്, അത് ഇതിൽ നിന്ന് ഒഴിവാകുന്നു.
അല്ലാത്തതൊക്കെ ഇജ്മാ ആയ കാര്യമാണ് വലത് കൈ ഇടത് കൈയിന്മേൽ വെക്കണം എന്ന കാര്യം. എന്തിനാണ് കൈ അങ്ങനെ വെക്കുന്നത്? തദല്ലുലൻ ലില്ലാഹി തആല, തദല്ലുലൻ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് കീഴ്പ്പെടുന്നവനായിക്കൊണ്ടാണ് ആ നൃത്തം. ഒരു ഭക്തിയോടുകൂടി ആദരവോടുകൂടി ഒരാളെ മുമ്പിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന നൃത്തമാണ് കൈയൊക്കെ ഇങ്ങനെ വെച്ച് വളരെ വിനയത്തോടു കൂടി നിൽക്കുക എന്നുള്ളത്. അതാണ് ആ നൃത്തത്തിൻ്റെ രഹസ്യം. പിന്നെ ഫഖദ് സബത അൻ വാഇൽ ഇബ്നു ഹുജർ ഖാല, വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നു. റഅയ്തു, ഞാൻ കണ്ടു, അത് പേജും കണ്ട, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫഅഖദ ശിമാലഹു ബിയമീനിഹി. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. ഫഅഖദ ശിമാലഹു ബിയമീനിഹി, തൻ്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയിനെ പിടിച്ചതായി ഞാൻ കണ്ടു എന്ന് വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റിവായത്ത് ചെയ്തിട്ടുണ്ട്. റവാഹു അബൂ ദാവൂദ് വഇബ്നു മാജ വഗൈറുഹുമാ വസനദുഹു ഹസനുൻ. ഇമാം അബൂ ദാവൂദ്, ഇമാം ഇബ്നു മാജ എന്നിവർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമാ സബത ഫി സുന്നത്തി, അതേപോലെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് അന്നൽ മുസല്ലിയ ഹാദൽ ഖിയാം യദഉ കഫ്ഫ യദിഹിൽ യുംനാ അലാ ദിറാഇ യദിഹിൽ യുസ്റാ. അതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞത് കഫിന്മേൽ വെക്കലാണ്, മുൻകൈയിന്മേൽ വെക്കുക, അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇനി അതുപോലെ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള മറ്റൊരു രൂപം അതെന്താണ്? യദഉ കഫ്ഫ യദിഹിൽ യുംനാ, വലത്തെ കൈയിൻ്റെ മുൻകൈ വെക്കുക, അലാ ദിറാഇ യദിഹിൽ യുസ്റാ, ഇടത് കൈയിൻ്റെ ഈ മുഴങ്കൈയിന്മേൽ വെക്കുക. അതും സ്ഥിരപ്പെട്ട കാര്യം തന്നെയാകുന്നു. അപ്പം ഇങ്ങനെ വെക്കലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ വെക്കലും സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന്. ഫഖദ് റവൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്തിരിക്കുന്നു അൻ അബി ഹാസിമിൻ അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹാസിമിൽ നിന്ന് അൻ സഹൽ ഇബ്നു സഅദ്, അബൂ ഹാസിം താബിഇയാണ്, മക്കയിലെ പ്രധാനിയായ താബിഇയാണ് അബൂ ഹാസിം റഹിമഹുല്ലാഹ്. അന്നത്തെ ഭരണാധികാരികൾ പോലും ഭയപ്പെട്ടിരുന്ന, ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന പണ്ഡിതനായിരുന്നു അബൂ ഹാസിം റഹിമഹുല്ലാഹ്. ഭരണാധികാരികൾ പോലും അദ്ദേഹത്തിന് ഉപദേശം തേടി വരികയും അവർക്കെല്ലാം ഉപദേശം കൊടുക്കുകയും എല്ലാം ചെയ്ത ഒരുപാട് സംഭവങ്ങൾ അബൂ ഹാസിമിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. അന്നത്തെ ഭരണാധികാരി അബൂ ഹാസിമിനോട് ചോദിച്ച ചോദ്യമുണ്ട്, മൻ അക്സറുന്നാസ്. ഇമാം ദാരിമി തന്റെ സുനൻ ദാരിമിയിൽ ആ സംഭവം റിവായത്ത് ചെയ്തിട്ടുണ്ട്. മൻ അക്സറുന്നാസ് യാ അബാ ഹാസിം, അല്ലയോ അബൂ ഹാസിം, ആരാണ് ഏറ്റവും വലിയ നഷ്ടക്കാരെന്ന്? ജനങ്ങളെ കൂട്ടത്തിൽ വമ്പൻ നഷ്ടം സഹിക്കുന്നവൻ ആരാണ്? ഇതേ കൊടുത്ത മറുപടി മൻ ബാഅ ആഖിറതഹു ലിദുനിയാ ഗൈരിഹി, മറ്റൊരാളുടെ ദുന്യാവിന് വേണ്ടി തൻ്റെ പരലോകം തുലച്ചവനാകുന്നു. നമ്മൾ ദുന്യാവിന് വേണ്ടിയാണെങ്കിൽ ദുന്യാവിനും കിട്ടി, മറ്റൊരു ദുന്യാവിന് വേണ്ടി ഓന് വല്ല നേട്ടം നേടിക്കൊടുക്കാൻ വേണ്ടി നമ്മളെ പരലോകം കളയാൻ, ഓനെ നേതാവാക്കാൻ, അല്ലെങ്കിൽ ഓനെ പൈസ ഉണ്ടാക്കാൻ, ഓനെ വലിയ ആളാക്കാൻ, അതിനു വേണ്ടി നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുക, അവനാണ് ഏറ്റവും വലിയ നഷ്ടക്കാരൻ എന്നാണ് അബൂ ഹാസിം റഹിമഹുല്ലാഹ് നൽകുന്ന മറുപടി. അപ്പോൾ അദ്ദേഹമാണ് ഈ വായത്ത് സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു, സഹൽ ഇബ്നു സഅദ് പറഞ്ഞതായി അബൂ ഹാസിം റഹിമഹുല്ലാഹ് റിവായത്ത് ചെയ്യുന്നു. ഖാല കാന الناس يؤمرون أن يضع الرجل اليد اليمنى على ذراعه اليسرى في الصلاة എന്ന് സഹൽ ഇബ്നു സഅദ് പറഞ്ഞിരിക്കുന്നു. നബിയിലേക്ക് ചേർത്തി പറഞ്ഞില്ല, സഹൽ ഇബ്നു സഅദ് സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ത്? കാന الناس يؤمرون, ജനങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു, ജനങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു. യുഅ്മറൂന അയ്യദഅ അർറജുലു, ഒരാൾ വെക്കാൻ, അൽ യദൽ യുംന, വലത് കൈ വെക്കാൻ കൽപ്പിക്കപ്പെടുമായിരുന്നു. അലാ ദിറാഇഹിൽ യുസ്റാ, ഇടത്തെ മുഴങ്കൈയിന്മേൽ ഫിസ്സലാ, നിസ്കാരത്തിൽ എന്ന് സ്വഹാബി പറയുന്നു. അപ്പോൾ സ്വഹാബി ജനങ്ങൾ ഇങ്ങനെ കൽപ്പിക്കപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? നബിതങ്ങൾ കൽപ്പിച്ചു എന്നാണ് അതിൻ്റെ ആശയം. അല്ലാതെ ആരും കൽപ്പിക്കുന്നല്ലോ. സ്വഹാബി എന്ന് പറയുമ്പോൾ നബിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ പറയുക എന്ന ഹുക്കും അതിനുണ്ടാവും, മർഫൂഇൻ്റെ ഹുക്കുമുണ്ടാവും. സ്വഹാബി ഇത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ അതിന് നബിയിലേക്ക് ചേർത്തി പറഞ്ഞ ഹുക്കുമുണ്ടാവും. സംഗതി മൗഖൂഫാണ്, നബി സ്വഹാബിയുടെ വാക്കാണ്. പക്ഷെ സ്വഹാബിയുടെ വാക്കാണെങ്കിലും നബിതങ്ങൾ പഠിപ്പിച്ചതിൻ്റെ ഹുക്കുമിലാണിത്. മൗഖൂഫിന് മർഫൂഇന് ഹുക്കും കൊടുക്കും. അഥവാ
സ്വന്തമായി ഗവേഷണം ചെയ്ത് പറയാൻ വകുപ്പില്ലാത്ത വിഷയമാണെങ്കിൽ അത് മർഫൂഇന്റെ ഹുക്മിലാണ് വരിക. പക്ഷെ നബി പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ഇത് വന്നിട്ടില്ല. പക്ഷെ നബി തങ്ങൾ പറയാതെ ഒരു ഇതുണ്ടാവില്ല. മാത്രമല്ല ഇവിടുത്തെ പ്രയോഗവും കാനു യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെടുമായിരുന്നു എന്നാണല്ലോ. അത് കുറച്ചുകൂടി അത് വ്യക്തമായ തെളിവാണ് അതിന്. എന്നിട്ട് ഇത് ഉദ്ധരിച്ച അബൂ ഹാസിം പറയാം. അബൂ ഹാസിം റഹിമഹുല്ലാഹ് പറയുന്നു, ലാ അഅ്ലമുഹു, എനിക്കിത് അറിയുകയില്ല, ഇല്ലാ യൻമി ദാലിക ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞതല്ലാതെ എനിക്കിത് അറിയുകയില്ല. സ്വന്തമായി പറയാൻ വകുപ്പില്ല. അപ്പം നബിയിലേക്ക് ചേർത്ത് അയക്കണം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് അബൂ ഹാസിം റഹിമഹുല്ലാഹ് പറയുകയും ചെയ്യുന്നു. അതില്ല, അതോടെ സലാമില്ല. ഹസന് സനദുമായി ബന്ധപ്പെട്ടാണ്. നബിയിലേക്ക് എത്തിയാൽ മർഫൂ എന്ന് പറയും. സ്വഹാബിൽ ചെന്ന് അവസാനിച്ചാൽ മൗഖൂഫ് എന്ന് പറയും. സ്വഹാബി പറഞ്ഞു, സ്വഹാബി ചെയ്തു എന്നൊക്കെ വന്നാൽ മൗഖൂഫ് എന്നാണ് പറയുക. അതിൽ മുത്ലഖൻ ഹദീസ് എന്ന് പറയുക, മൗഖൂഫായ ഹദീസ് എന്നാണ് പറയുക. മൗഖൂഫിന് സ്വഹാബി പറഞ്ഞ വിലയുണ്ടാവുള്ളൂ. പക്ഷേ ചില മൗഖൂഫിന് നബിതങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ ഹുക്കുമുണ്ടാവും, സ്ഥാനം ഉണ്ടാവില്ല. അതിൽപ്പെട്ടാണ് ഇത്. സ്ഥാനമുണ്ടാവില്ല, ആ ഹുക്കുമുണ്ടാവും. കാരണം ഒന്ന് സ്വന്തമായി ആലോചിച്ച് പറയാൻ പറ്റാവുന്ന ഒരു വിഷയമല്ലാതിരിക്കുക. അങ്ങനത്തെ വിഷയം സ്വഹാബി പറഞ്ഞാൽ അതിനർത്ഥം ആ സ്വഹാബി നബിയിൽ നിന്നത് മനസ്സിലാക്കിയതാണ്. അത് മർഫൂവിൻ്റെ ഹുക്കും. നബി ഞങ്ങൾ പറഞ്ഞ ഹദീസിൽ എന്താണോ നമുക്കുള്ള ഹുക്കും, അതേ ഹുക്കും ഇതിന് നൽകും. അവിടെ കണ്ടോ, നമ്മൾ മൂന്ന് താഴെ ഖദൽ ഇമാം തിർമിദി, ഇത് റിവായത്ത് ചെയ്ത ഇമാം തിർമിദി പറയുന്നു, അൽ അമലു ഹാദാ ഇൻദ അഹ്ലിൽ ഇൽമി മിന സ്വഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിഈന വമൻ ബഅദഹും. കണ്ടോ, ഇതുപ്രകാരമാണ് അമൽ, ഇതുപ്രകാരമാണ് അൽ അമലു അലാ ഹാദാ, ഇതുപ്രകാരമാണ് അമൽ ചെയ്യുന്നത് ഇൻദ അഹ്ലിൽ ഇൽമി മിന സ്വഹാബിൻ നബി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ഇൽമുള്ളവരുടെ എല്ലാം നിലപാട് ഈ വിഷയത്തിലാകുന്നു. വത്താബിഈന വമൻ ബഅദഹും, താബിഈകളും ശേഷക്കാരും. യറൗന, അവരൊക്കെ അഭിപ്രായപ്പെടുന്നു, അൻ യദഅ അർ-റജുലു ബിയമീനിഹി അലാ യമീനഹു അലാ ശിമാലിഹി ഫിസ്സലാ, വലത് കൈ ഇടത് കൈമേൽ വെക്കണമെന്ന്. വറആ ബഅദുഹും അൻ യദഅഹുമാ ഫൗഖ സുറ വറആ ബഅദുഹും അൻ യദഅഹുമാ തഹത സുറ വകുല്ലു ദാലിക വാസിഉൻ ഇൻദഹും. അൽ ഫത്ഹ് ഇബ്നു ഹജർ, ഇബ്നു അസ്ഖാലിയുടെ ഫത്ഹുൽ ബാരിയിൽ നിന്നാണ് എടുത്തു കൊടുത്തത് ഇമാം തിർമിദി ഈ വാചകം. ചിലർ പൊക്കിന് താഴെ വെക്കണമെന്ന് പറയുന്നു, ചിലർ പൊക്കിന് മീതെ വെക്കണമെന്ന് പറയുന്നു. എല്ലാത്തിലും വിശാലതയുള്ള കാര്യമാകുന്നു. ഫിഖ്ഹി മസ്അലയാണ്. ഫിഖ്ഹി മസ്അല ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് ഒരു ഹദീസിന്റെ സ്ഥിരതയും സ്ഥിരപ്പെട്ടോ ഇല്ലെന്ന ചർച്ചയിലും ഒക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്വാഭാവികമായും ഫിഖ്ഹി മസ്അലകളിൽ ഈ വക ചർച്ചകൾ വരും. ശേഷം വരുന്നത് മസ്അല. പിന്നെ അത് വരും, മസ്അല വരുന്നുണ്ട്. വസബത ഫി സുന്നത്തി അയ്ളൻ, ഇവിടെ ഇപ്പോൾ ഏത് കൈമേൽ വെക്കണമെന്നാണ് ഇപ്പോഴത്തെ ചർച്ച. വസബത ഫി സുന്നത്തി അയ്ളൻ, അതുപോലെ തന്നെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വദഉ കഫ്ഫി യദിൽ യുംന അലാ ളുഹ്രി കഫ്ഫിൽ യദിൽ യുസ്റാ, വലത് കൈയിൻ്റെ മുൻകൈ അത് ഇടത് കൈയിൻ്റെ മുൻകൈയിൻ്റെ ളുഹ്ർ, ഈ പുറഭാഗം അതിന്മേൽ വെക്കലും സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. പിടിക്കാതെ ഇതിങ്ങനെ വെക്കുക, അതും സ്ഥിരപ്പെട്ടു വന്ന കാര്യമാകുന്നു. അപ്പം 3 രൂപത്തിൽ ആയി. തെളിവെന്താണ്? ലിമാ റവാ മുസ്ലിമുൻ അൻ വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്നഹു റഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഫഅ യദൈഹി ഹീന ദഖല ഫി സ്വലാഹ്. അന്നഹു റഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എങ്ങനെ കണ്ടു? ഹീന ദഖല ഫി സ്വലാഹ്, നിസ്കാരത്തിൽ പ്രവേശിച്ച അവസരത്തിൽ, നിസ്കാരത്തിൽ അദ്ദേഹം നബിയെ കണ്ടു. കബ്ബറ, നബി തങ്ങൾ തക്ബീർ ചൊല്ലി. സുമ്മ ഇൽതഹഫ ബിസൗബിഹി, പിന്നെ തന്റെ വസ്ത്രം കൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പൊതിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഹദീസാണത്. നബി ഒരു വസ്ത്രം കൊണ്ട് പുതച്ചിരുന്നു, അപ്പോൾ അതിനുള്ളിലേക്ക് കൈയിട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നബി തങ്ങൾ തക്ബീർ ചൊല്ലി പിന്നീട് വസ്ത്രത്തിൽ ചുറ്റിപ്പൊതിഞ്ഞു. സുമ്മ വദഅ യദഹുൽ യുംന അലൽ യുസ്റാ, പിന്നീട് വലത് കൈ ഇടത് കൈയിന്മേൽ വെച്ചു. ഫലമ്മ അറാദ അൻ യർകഅ, നബി തങ്ങൾ റുക്കൂ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ അഖ്റജ യദൈഹി മിനസ് സൗബി, ഈ 2 കൈകൾ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. സുമ്മ റഫഅഹുമാ, എന്നത് ഉയർത്തി. സുമ്മ കബ്ബറ സുമ്മ ഫറകഅ, എന്നിട്ട് തക്ബീർ ചൊല്ലി റുക്കൂ ചെയ്തു. ഫലമ്മ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോൾ
റഫഅ യദൈഹി രണ്ട് കൈകൾ ഉയർത്തി. ഫലമ്മാ സജദ സജദ ബൈന കഫൈഹി സുജൂദ് ചെയ്തപ്പോൾ ഈ രണ്ട് കൈകൾക്കിടയിൽ നബി തങ്ങൾ സുജൂദ് ചെയ്യുകയും ചെയ്തു എന്ന് വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു നബിയുടെ നിസ്കാരം ഉദ്ധരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ വലത് കൈ ഇടത് കൈയിന്മേൽ വെച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. മറ്റ് വിശദാംശങ്ങളൊന്നും പറഞ്ഞില്ല. ആയിരിക്കില്ല, ആണെങ്കിൽ അദ്ദേഹം കാണുന്നല്ലോ, അല്ലാത്ത നിസ്കാരമായിരിക്കണം. പറയണല്ലോ, ഒറ്റ നിസ്കരിക്കുന്ന ആളും ഇമാമും സമീഅല്ലാഹു ലിമൻ ഹമിദ ഏതായാലും പറയണം. മഅ്മൂമിന് സമീഅല്ലാഹു ലിമൻ ഹമിദ പറയണോ, റബ്ബനാ വലക്കൽ ഹംദ് മാത്രം പറഞ്ഞാൽ മതിയോ, ഇനി രണ്ടും പറയണോ എന്നുള്ളത് മാത്രമേ ചർച്ചയുള്ളൂ. ഒറ്റ നിസ്കരിക്കുന്ന ആളും ഇമാമും സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ഏതെന്നാലും പറയേണ്ടതുണ്ട്. അവ വ്യത്യസ്ത രൂപത്തിലായി കൈവക്കൽ, നബിതങ്ങളിൽ നിന്ന് തന്നെ വ്യത്യസ്ത രൂപത്തിൽ രണ്ട് കൈകളുടെ വെപ്പ് ഇവിടെ സ്ഥിരപ്പെട്ടു വന്നു. അതുകൊണ്ട് യുസ്തഹബ്ബു ലിൽ മുസല്ലി, നിസ്കരിക്കുന്ന ഒരാൾക്ക് സുന്നത്താണ് അൻ യുനവ്വിഅ ഫീ സിഫത്തി ഖബ്ലി യദൈഹി, രണ്ട് കൈകൾ പിടിക്കുന്ന രൂപത്തിൽ വൈവിധ്യം പ്രാവർത്തികമാക്കൽ അയാൾക്ക് സുന്നത്താകുന്നു. ഈ വിവിധ രൂപങ്ങൾ പ്രാവർത്തികമാക്കുക. ബിഹസബി അസ്സിഫാത്തി സാബിഖ, ഇപ്പം ഈ മുൻപ് പറഞ്ഞ രൂപങ്ങൾക്കനുസരിച്ച് ഹദീസ് വന്ന ഏതൊക്കെ ഉണ്ടോ, അപ്പം എല്ലാ നിസ്കാരത്തിനും ഒരേ വെപ്പ് വെക്കുന്നതിന് പകരം ഒരു നിസ്കാരത്തിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത നിസ്കാരത്തിൽ ഇങ്ങനെ വെക്കുക. അപ്പം നബി സ്ഥിരപ്പെട്ടു വന്ന എല്ലാം അയാൾ അമൽ ചെയ്തു. അത് പൊതുവെ ഈ വിവിധങ്ങളായ രൂപത്തിൽ വരുമ്പോഴൊക്കെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. ഒരേ അമലിൽ നബിതങ്ങൾ രണ്ട് രൂപത്തിലോ മൂന്ന് രൂപത്തിലോ ഒക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ അവിടെ തനവ്വു, വ്യത്യസ്ത രീതിയിൽ ചെയ്യുക. അല്ല, അങ്ങനെയല്ല. അമൽ ചെയ്യുന്നിടത്ത് ഏതിൽ വന്നാലും സ്വഹിയായാൽ എല്ലാം ഒരുപോലെയാണ്. ഒന്നിന് ബലം കൂടുന്നേ ഉള്ളൂ. ബുഖാരിയിൽ വന്നാൽ ആ ഹദീസ് സ്വഹിയാണ്, അതിനപ്പുറം കുറച്ചുകൂടി അതിന് ബലം കൂടി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അമൽ ചെയ്യുന്ന വിഷയത്തിലോ ഏതിൽ വന്നാലും സ്വഹിയാണോ അമൽ ചെയ്യേണ്ടതാണ്. അതിൽ ഇതില്ല, വ്യത്യാസമില്ല. ഒരു ഹദീസ് സ്വഹിയാണ്, ബുഖാരിയിൽ വരും ചെയ്തു എന്ന് വന്നാൽ, ബുഖാരിയിൽ വന്നു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അതിന് കുവ്വത്ത്, ശക്തി കൂടി. ബുഖാരി മുസ്ലിമിനും വന്നു, അപ്പോൾ കുറച്ചുകൂടി ശക്തി കൂടി. അതിനർത്ഥം മറ്റൊരു ശക്തി ഇല്ല എന്നല്ല, അതിന് ശക്തിയുണ്ട്, ഇതിന് അതിനേക്കാളേറെ ശക്തിയുണ്ട് എന്നേ വരുന്നുള്ളൂ. അതെ, അത് റവൽ ബുഖാരിയു എന്ന് പറഞ്ഞാൽ സ്വഹീഹ് ബുഖാരിയാണ്, റവാ മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമാണ്. അപ്പോഴങ്ങനെ പറയുള്ളൂ. ബുഖാരിയുടെ കിതാബുകൾ വേറെയുമുണ്ട്, ഇമാം മുസ്ലിമിനും കിതാബുകൾ വേറെയുമുണ്ട്. ആ കിതാബിലാണെങ്കിൽ അത് പ്രത്യേകം എടുത്തു പറയും, ഈ കിതാബിലാണെങ്കിലോ പ്രത്യേകം പറയില്ല. അതാണ് അസ്ല്. ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇമാം ബുഖാരി സ്വഹീൽ ഉദ്ധരിച്ചു എന്നാണ്. അതല്ലാത്ത വേറെ കിതാബിലാണെങ്കിലോ അത് പ്രത്യേകം റവൽ ബുഖാരിയു ഫീ ഖൽഖി അഫ്ആലിൽ ഇബാദ്, റവൽ ബുഖാരിയു ഫീ സിഫത്തി റഫ്ഇൽ യദൈനി, റവൽ ബുഖാരിയു ഫീ അദബിൽ മുഫ്രദി, ഏതിലാണോ ഉള്ളത് അതിലേക്ക് ചേർത്തി പറയും. ഇമാം ബുഖാരി അദബുൽ മുഫ്രദിൽ പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇമാം ബുഖാരി റഫ്ഉൽ യദൈനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ താരീഖിൽ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പ്രത്യേകം പറയും. എന്നാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കിതാബൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉദ്ദേശം ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തു എന്നാണ്. ഇതിന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതേപോലെ റവാഫി സ്വഹീഹി എന്ന് പറഞ്ഞാൽ സ്വഹീഹുൽ ബുഖാരിയാണ്. റവാഫി സ്വഹീഹി ഔ ജാഅ ഫി സ്വഹീഹി, അസ്വഹീഹിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഉദ്ദേശം സ്വഹീഹുൽ ബുഖാരിയാണ്. ജാഅ ഫി സ്വഹീഹൈനി, രണ്ട് സ്വഹീഹുകളിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഉദ്ദേശം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും സ്വഹീഹ്. അവിടെ ബുഖാരിയുടെ സ്വഹീഹ് പറയേണ്ട ആവശ്യമില്ല. ജാഅ ഫി സ്വഹീഹ്, അസ്വഹീഹിൽ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഉദ്ദേശം സ്വഹീഹുൽ ബുഖാരിയാണ്. സ്വഹീഹൈനി എന്ന് പറഞ്ഞ ഉദ്ദേശം സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമുമാണ്. പിന്നെ അവിടുത്തെ സ്വഹീഹ് പ്രത്യേകം പറയേണ്ട ആവശ്യം ഇല്ല. അല്ലാത്തൊരു സ്വഹീഹൊക്കെ ആണെങ്കിൽ അത് എടുത്തു പോയി. ഇബ്നു ഹിബ്ബാൻ സ്വഹീഹ് എന്ന കിതാബുണ്ട്, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. പക്ഷെ അത് വെറും റവാഫി സ്വഹീഹ് എന്ന് പറയില്ല, ഔ ജാഅ ഫി സ്വഹീഹി എന്ന് പറയില്ല. അത് പറയുകയാണെങ്കിൽ ജാഅ ഫി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ സ്വഹീഹിൽ വന്നിരിക്കുന്നു, അടി ഇബ്നു ഖുസൈമയുടെ സ്വഹീഹിൽ വന്നിരിക്കുന്നു എന്ന് പ്രത്യേകം പേര് ചേർത്തി പറയും. ബുഖാരിയിൽ വന്നതാണെങ്കിൽ റവാഫി സ്വഹീഹ് ബുഖാരി എന്നും പറയാം, അല്ലെങ്കിൽ ഫി സ്വഹീഹി എന്നും പറയാം. രണ്ടു പറഞ്ഞാലും ഉദ്ദേശം ഇമാം ബുഖാരി സ്വഹീഹാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് ലോകത്ത് കിട്ടിയ ഒരു സ്വീകാര്യതയാണ്. സ്വഹീഹ് ബുഖാരിക്കും ഇമാം ബുഖാരിക്കുമൊക്കെ ലോകത്ത് കിട്ടിയ ഒരു അംഗീകാരം, ഒരു കബൂലിയത്ത്,
അതിൻ്റെ അടയാളം കൂടിയാണ് അത്. അപ്പൊ ഈ പിടിക്കുന്ന കാര്യത്തിൽ തനവ്വുഇ കാണിക്കൽ, വൈവിധ്യം കാണിക്കൽ സുന്നത്താണ്. ഫമറതൻ യദഉ കഫ യദിഹിൽ യുംനാ അലാ ദിറാഇൽ യദിൽ യുസ്റാ. തനവ്വുഇ വൈവിധ്യം എങ്ങനെയാണ്? ചിലപ്പോൾ അയാൾ ചെയ്യുക എങ്ങനെ? വലത് കൈയിൻ്റെ മുൻകൈ അയാൾ വെക്കുക അലാ ദിറാഇൽ യദിൽ യുസ്റാ, ഇടത്തെ കൈയിൻ്റെ മുഴങ്കൈയിന്മേൽ വെക്കുക. ഇങ്ങനെ ഒന്ന്. വമറതൻ മറ്റൊരിക്കൽ യഖ്ബിദു കഫൽ യുസ്റാ ബികഫിൽ യുംനാ, വലത്തെ മുൻകൈ കൊണ്ട് ഇടത്തെ മുൻകൈയിനെ പിടിക്കുക, അത് മറ്റൊന്ന്. വമറതൻ മറ്റൊരിക്കൽ യദഉ കഫൽ യുംനാ അലാ കഫിൽ യുസ്റാ, വലത്തെ മുൻകൈ ഇടത്തെ മുൻകൈ വെക്കുക. ഇങ്ങനെ ഹദീസിൽ ഏതൊക്കെ രൂപത്തിൽ സ്ഥിരപ്പെട്ടു വന്നോ അത് വിവിധങ്ങളായി വ്യത്യസ്ത സംസ്കാരങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ ചെയ്യുക എന്നതും സുന്നത്താകുന്നു. അത് വൈവിധ്യമാണ്, വൈരുദ്ധ്യമല്ല. അത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ്. നബിതങ്ങളിൽ നിന്ന് വിവിധ രൂപങ്ങളിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നർത്ഥം. അപ്പം വിവിധമായി വന്നു കഴിഞ്ഞാൽ ആ വിവിധങ്ങളായ രീതിയിൽ അത് പ്രാവർത്തികമാക്കുക, അത് അമൽ ചെയ്യുക എന്നത് പൊതുവെ പണ്ഡിതന്മാർക്ക് പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അത് ഇഖ്തിലാഫ് തനവ്വുഇ എന്നറിയാം. ഇഖ്തിലാഫ് രണ്ടായിട്ടുണ്ടാവും, വ്യത്യാസങ്ങൾ രണ്ടായിട്ടുണ്ടാവും. ഒന്ന് ഇഖ്തിലാഫ് തനവ്വുഇ, വൈവിധ്യമായ ഇഖ്തിലാഫ്, അതൊരിക്കലും വൈരുദ്ധ്യമല്ല. ഇതും പറ്റും അതും പറ്റും എന്നാണ് അപ്പോൾ അർത്ഥം. മറ്റത് പരസ്പരം വൈരുദ്ധ്യമുണ്ടാവും, ഒന്നെടുത്താൽ മറ്റു പറഞ്ഞാൽ പറ്റില്ല. അവിടെ നമ്മൾ രണ്ടാലും ഒന്നിന് പ്രാമുഖ്യം നൽകാനുള്ള വഴിയാണ് സ്വീകരിക്കുക. തനവ്വുആയി വൈവിധ്യമായി വരുമ്പോൾ അത് എല്ലാം സ്വീകാര്യമാണ്. അങ്ങനെ വരുന്നിടത്താണ് ഈ പറഞ്ഞ ഹുക്മ്, അതെല്ലാം അമലാക്കി മാറ്റുക. നമ്മൾ മുമ്പിലൊക്കെ പറഞ്ഞത് വ്യത്യസ്ത ദുആകൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു തനവ്വുഇ, ഒരിക്കൽ ഈ ദുആ നിർവഹിക്കുക, മറ്റൊരിക്കൽ മറ്റൊരു ദുആ നിർവഹിക്കുക. ഒരു സന്ദർഭത്തിൽ നബിതങ്ങൾ ദുആ ചെയ്ത വ്യത്യസ്ത ദുആ വന്നാൽ ഇഫ്തിതാഹി വജ്ജഹത്തു വന്നു, ബാഴിദ ബൈനി വന്നു, ഇങ്ങനെ വ്യത്യസ്ത ദുആകൾ നബിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നും ഒന്ന് മാത്രം ചെയ്യുന്നതിന് പകരം ഒരിക്കൽ ഒന്ന് ചെയ്യുന്നു, മറ്റൊരിക്കൽ മറന്നു ചെയ്യുന്നു. അപ്പം നബിതങ്ങളുടെ എല്ലാ സുന്നത്തും അവൻ അമലാക്കി മാറ്റി എന്ന ഒരു മഹത്വം അതിലൂടെ ലഭിക്കും എന്നർത്ഥം. അല്ല, ഫുള്ളുണ്ട്, ഒരുപാടുണ്ട്. അതെ, അപ്പം വരും, ചർച്ച വരും. ഇതാകുന്നു ഹദീസ് പണ്ഡിതന്മാരുടെ മാർഗം. ഏത്? തനവ്വുഇ. വ്യത്യസ്ത രൂപത്തിൽ വന്നാൽ അത് ആ രൂപങ്ങളെല്ലാം അമൽ ചെയ്യുക എന്നത് അഹ്ലുൽ ഹദീസിൻ്റെ, ഹദീസ് പണ്ഡിതന്മാരുടെ രീതിയാകുന്നത്. നമ്മൾ 5 താഴെ കാണാം. ഹൈസ് അന്നഹും യറൗന ഇൻദ തനവ്വുഇ സിഫാത്തി ഫി സുന്നത്തി അൽ അമലു ബിഹാ കുല്ലിഹാ. രൂപങ്ങളിൽ വ്യത്യസ്തമായ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മുഴുവനും അമൽ ചെയ്യുക എന്നതാണ് അവർ അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. വസറഹ ബിഹാ, ആ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഫീ ഹാദൽ മൗളിഇ, ഈ സ്ഥലത്ത് ബഅദു അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ, പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഹദീസ് പണ്ഡിതന്മാർ പൊതുവെ പറഞ്ഞ നിലപാടാണ്. എന്നാൽ കൈവെക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഇത് പ്രത്യേകമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞതും കാണാൻ കഴിയും. അവിടെ നമ്പർ 1 കാണാം. ഖാല ഫീ കിഫായത്തുൽ അഖ്യാർ ഫിൽ ഫിഖ് ശാഫിഈ, ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ കിഫായത്തുൽ അഖ്യാർ അതിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യുസ്തഹബ്ബു യദ കഫൽ യമീൻ അലൽ യുസ്റാ വയഖ്ബിദു ബികഫിൽ യുംനാ അലൽ ഖുഅൽ യുസ്റാ സബത ദാലിക ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് ഈ വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യുക എന്നത് അവിടെ ഷാഫി മദ്ഹബിൽ തന്നെ പറഞ്ഞത് എടുത്തു കൊടുത്തിട്ടുമുണ്ട്. അല്ലാഹു അഅലം. ലിസുബൂതി ഹാദിഹി സിഫാത്ത്, ഇനി ഇതെല്ലാം തനവ്വുഇ പറഞ്ഞല്ലോ, വ്യത്യസ്തമായ രൂപത്തിൽ ചെയ്യുക എന്ന്. കാരണം എന്താണ്? ലിസുബൂതി ഹാദിഹി സിഫാത്ത്, ഈ സിഫത്തുകളെല്ലാം സ്ഥിരപ്പെട്ടതിനാൽ. കമാ ഫിൽ മസാഇലി സലാസി സാബിഖ, ഈ പറഞ്ഞ 3 മസ്അല, കൈ വെക്കുന്ന രൂപം പറഞ്ഞ 3 മസ്അല, ആ 3 മസ്അലകൾ ഉള്ളതുപോലെ ഇതേപോലെ വരുന്ന ഏതൊക്കെ മസ്അലകളുണ്ടോ അവിടെ വ്യത്യസ്തമായ രീതിയിൽ നബിയിൽ സ്ഥിരപ്പെട്ടു വന്നാൽ അവിടെ തനവ്വുഇ ചെയ്യൽ സുന്നത്താണ്. ഫയഅമലു ബിഹാ കുല്ലിഹാ, അപ്പോൾ അതെല്ലാം അവൻ അമൽ ചെയ്യുക. ലിയഅ്തിയ ബിജമീഇ മാ വറദ ഫി സുന്ന, സുന്നത്തിൽ വന്നതെല്ലാം അവൻ പ്രാവർത്തികമാക്കുക എന്ന തത്വത്തിന് വേണ്ടിയാകുന്നു അത്. അത് റിവായത്ത് മാത്രമാണ്, മാലിക് മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമല്ല. മാലിക് മദ്ഹബിലും കൈ കെട്ടണം തന്നെയാണ്. അത് ഒരു റിവായത്ത് മാത്രം കൈ തൂക്കിയിടുക എന്നത് വന്നിട്ടുണ്ട്. അത് തന്നെ അത്ര ഒരു ബലപ്പെട്ട റിവായത്തൊന്നും
അല്ല. അതുകൊണ്ടാണ് നേരത്തെ അവിടെ കൊടുത്തപ്പോഴും കമാ റുവിയ എന്നാണ് അവിടെ പ്രയോഗിച്ചത്. റവ എന്ന് പറയാതെ റുവിയ എന്ന് ആണ് അവിടെ പ്രയോഗിച്ച സീഗയും. ഇനി 1663 മസ്അല യുക്റഹു സദ്റുൽ യദൈനി ഹാദൽ വുഖൂഫ്. കൈ തൂക്കിയിട്ടെടുക്കാൻ പറ്റുന്നതാണ്. യുക്റഹു കറാഹത്താണ്. സദ്റുൽ യദൈൻ കൈകൾ താഴ്ത്തിയിടൽ. ഹാദൽ വുഖൂഫ് നൃത്തത്തിൻ്റെ സന്ദർഭത്തിൽ കൈ എവിടെയും കെട്ടാതെ തൂക്കിയിടുക. അവിടെ നിസ്കാരം ബാത്തിലാവോ? ഇല്ല. കൈ വക്കൽ സുന്നത്തേ ഉള്ളൂ. തക്ബീർ ഫർദാണ്. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ ഫർദാണ്. കൈ കെട്ടലോ സുന്നത്താണ്. അപ്പോൾ കൈ കെട്ടിയില്ല, കറാഹത്താണ്, ഹറാമൂല. നിസ്കാരത്തിൻ്റെ സിഹത്തിനെ അത് ബാധിക്കുകയില്ല. ആ കൂലി അയാൾക്ക് നഷ്ടപ്പെടും. ആ സുന്നത്തിൻ്റെ കൂലി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് കൈ താഴ്ത്തിയിടൽ അത് കറാഹത്താകുന്നു. ഹാദൽ വുഖൂഫി നൃത്തത്തിൻ്റെ സന്ദർഭത്തിൽ. ഹാദൽ വുഖൂഫി നൃത്തത്തിൻ്റെ സന്ദർഭത്തിൽ. ലിഅദ്മി സുബൂതിഹി ഫി സുന്നത്തി. കാരണം സുന്നത്തിൽ അങ്ങനെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. നബി നിങ്ങൾ എവിടെയെങ്കിലും കൈ തൂക്കിയിട്ടു എന്ന് പ്രത്യേകം വന്നിട്ടില്ല. അതുകൊണ്ടാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. അതിന് എല്ലാ നൃത്തത്തിലും ഉണ്ടോ? അത് മറ്റൊരു ചർച്ച വേറെ വരാനുണ്ട്. അതിൽ തക്ബീറിന് ശേഷമുള്ള നൃത്തത്തിന് മാത്രമാണോ? റുക്കൂവിന് ശേഷമുള്ള നൃത്തം എഴുത്തിദാല് അവിടേക്ക് ഇത് ബാധകമാണോ? അതിന് സദാസം അവിടെ വരും. എഴുത്തിദാലിൽ കൈ കെട്ടണോ വേണ്ടേ? കാര്യം നൃത്തത്തിൽ കൈകെട്ടുക എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ നൃത്തത്തിലും കെട്ടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പഴയ കാലത്തും ഇക്കാലത്തും ഒക്കെ ഉണ്ട്. അത് ഫിഖിയായ മസലയാണ്. നമുക്കതിനെ ആക്ഷേപിക്കാനോ അതിനെ പരിഹസിക്കാനോ പറ്റൂല. പക്ഷെ എല്ലാ നൃത്തത്തിലും വേണോ? അല്ല, ഈ ഖിയാം എന്ന് പറയുമ്പോൾ ഈ ഫർളായ ഖിയാം ആ ഖിയാമിൽ മാത്രമാണോ? അതല്ല ഈത്തിദാലും ഇതിൻ്റെ ബാധകമാണോ എന്നുള്ളതൊക്കെ വരും. അത് ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നുണ്ട്. വലത്തെ കൈയ്യൻ കൊണ്ട് ഇടത്തെ കൈയിനെ പിടിക്കുക അല്ലെങ്കിൽ അതിന്മേൽ വെക്കുക എന്നതിൽ ഹദീസുകൾ മുതവാത്തിറായി വന്നതിനാലും. ഇവിടെ മുതവാത്തിർ മഅനയാണ്, ലഫ്ളല്ല. പദം മുതവാത്തിറായി വന്നിട്ടില്ല. പക്ഷെ വ്യത്യസ്തമായ റിവായത്തുകൾ വന്നു. വ്യത്യസ്തമായ സനദിലൂടെ വ്യത്യസ്തമായ സ്വഹാബത്ത് റിപ്പോർട്ട് വന്നു. ആശയം മുതവാത്തിറാണ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലഫ്ള് മുതവാത്തിറായി വന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ തവാത്തുർ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചോളുന്നില്ല. ഇവിടെ നമ്മുടെ മുസന്നിഫ് അത് മുതവാത്തിർ എന്ന് പറഞ്ഞു. എല്ലാ പണ്ഡിതന്മാരും മുതവാത്തിറാണെന്ന് സമ്മതിക്കണമെന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇജ്മാ ഉണ്ട് പറഞ്ഞു. വലത്തെ കൈ ഇടത്തെ കൈ വെക്കണമെന്ന് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു. വ്യത്യസ്തമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുമുണ്ട്. ഇവിടെ അദ്ദേഹം തവാത്തുർ എന്ന പ്രയോഗം തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷൗക്കാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ നമ്പർ കാണാം, നമ്പർ 2. ദക്റ ഷൗക്കാനി ഫി സൈദുൽ ജറാർ. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് അസ്സൈദുൽ ജറാർ എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു അന്ന ഹാദിഹി സുന്നത വറദത് ഫീഹാ അഹാദീസു മുതവാത്തിറ. മുതവാത്തിറായ ഹദീസുകൾ ഈ സുന്നത്തിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്നു. വലത്തെ കൈ ഇടത്തെ കൈമേൽ വെക്കണം എന്നത് അത് മാത്രം, ബാക്കിയുള്ളതൊന്നല്ല. വലത് കൈ ഇടത് കൈയിന്മേൽ വെക്കണം എന്നതിൽ മുതവാത്തിറ ഹദീസുകൾ വന്നിരിക്കുന്നു എന്ന് സൈദുൽ ജറാർ എന്ന കിതാബിൽ ഇമാം ഷൗക്കാനി പറഞ്ഞിരിക്കുന്നു. തൻദുർ ഹാദിഹി ഹദീസ് ഔ തുൻദർ ഹാദിഹി ഹദീസ് ഫി ജാമിഉൽ ഉസൂൽ. ജാമിഉൽ ഉസൂലിലുണ്ട്, മജ്മുഉ സവായിദിലുണ്ട്, നിസ്ബുർ റായയിലുണ്ട്. അവിടെ ഈ ഹദീസുകൾ നോക്കാവുന്നതാണ് എന്ന്. പിന്നെ ഏതേ ശരി, അതെ, അതുപോലെ ഒന്ന് വിളിച്ചതാണ് മജ്മുഉ സവായിദ്. പിന്നെ ഹബിയല്ലാത്ത ഹൈസമി, നൂറുദ്ദീൻ ഹൈസമിയുടെ മജ്മുഉ സവായിദ് അദ്ദേഹത്തിൻ്റെയാണ്. അത് ഹദീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ സംഗതിയും വെച്ച് പരിശോധിച്ചുകൊണ്ട് നടത്തിയൊരു വളരെ ഗ്രന്ഥമാണ് മജ്മുഉ സവായിദ്, നൂറുദ്ദീൻ അൽ ഹൈസമി റഹിമഹുല്ലാഹ്. ഇനി വലിഖൗലി ആമ്മത്തി അഹ്ലിൽ ഇൽമി ബിദാലിക, ഈ വിഷയത്തിൽ തവാത്തുർ ഹദീസ് വന്നു. അതോടൊപ്പം വലിഖൗലി ആമ്മത്തി അഹ്ലിൽ ഇൽമി ബിദാലിക, പൊതുവേ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അഭിപ്രായവും അത് തന്നെയാകുന്നു. കാര്യമായ ഒരു അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ ഇല്ല. നേരത്തെ പറഞ്ഞു ആകെ മാറ്റി പറയാവുന്ന ഒന്ന് മാലിക് ഇമാമിൽ നിന്ന് വന്ന ഒരു റിവായത്ത് മാത്രമാണ്. അല്ലാത്ത എല്ലാവരും ഇത്തിഫാക്കായി പറഞ്ഞ കാര്യമാണ് വലത്തെ കൈ ഇടത്തെ കൈയിന്മേൽ വെക്കണം എന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ സ്ഥിരപ്പെട്ട് വന്ന സ്ത്രീക്ക് ഇനി അത് വെക്കാതെ കൈ താഴ്ത്തിയിടുക എന്നത് കറാഹത്താകുന്നു.
1664 മസ്അല കൈ എവിടെ വെക്കണം എന്നാണ്. ഇവിടെ നമ്മൾ മുസന്നിഫുമായി വിയോജിക്കേണ്ടി വരും. അതിവിടെ അംബലി മദ്ഹബിൻ്റെ റൂട്ടിലാണ് കാര്യം പരാമർശിച്ചത്. ഇതിലും തന്നെ 3 രൂപത്തിൽ ഹദീസുകൾ വന്നു. പക്ഷെ 3നും ദോഴ്ഫുണ്ട്. പൊക്കിൾ താഴെ എന്ന് വന്നു, പൊക്കിൾ മീരെ എന്ന് വന്നു, നെഞ്ചിന്മേൽ എന്നും വന്നു. 3നും ദുർബലതകൾ ഉണ്ട്. പൂർണ്ണമായും സഹിയാണ് എന്ന് എല്ലാവരും അംഗീകരിച്ച് ഇത്തിഫാക്കായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടില്ല. പിന്നെ വന്നതിൽ കൂടുതൽ സ്ഥിരപ്പെട്ടത് ഏത് എന്നതാണ് ഫിഖിലൊക്കെ ചർച്ച. ഈ 3 രൂപം വന്നതിൽ കൂടുതൽ സ്ഥിരപ്പെട്ടത് ഏതാണ് എന്നതിൽ ഫിഖിലൊക്കെ ചർച്ചകൾ വന്നിട്ടുണ്ട്. വയുഖയ്യിറുൽ മുസല്ലി, അതവിടെ തുടങ്ങിയതിനാണ്. വയുഖയ്യിറുൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾക്ക് ഇഷ്ടം പ്രകാരം ചെയ്യാം. യുഖയ്യിറു, അയാൾക്ക് തിരഞ്ഞെടുക്കാം, ചോയ്സ് ഉണ്ട്. ഫിൽ മൗദിഇല്ലദീ യദഉ യദൈഹി അലൈഹി, ഏതു സ്ഥലത്താണ് കൈ വെക്കേണ്ടത് എന്ന കാര്യത്തിൽ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. അത് പറയാൻ കാര്യം ഇതുകൊണ്ടാണ്. അത് പലരും പറഞ്ഞിട്ടുണ്ട്. അത് പലരും ഫിഖിലൊക്കെ വന്നൊരു മസല തന്നെയാണ്. നമ്മുടെ നാട്ടിൽ അത് മറ്റൊരു തലത്തിലേക്ക് പോയതുകൊണ്ടാണ് ഇവിടെ വന്നത്. കാരണം ഇവിടെ ബിദ്അത്തായി മാറുകയും അതേപോലെ മറ്റൊരു വാശി പിടിക്കുകയും ഒരു പക്ഷേ വേർതിരിക്കാനുള്ള ഒരു അടയാളം പോലുമായി മാറുകയും ചെയ്തപ്പോൾ ഒരു പക്ഷേ ഫിഖ്ഹി എന്നിടത്തുനിന്ന് വിട്ടിട്ടുണ്ടാവും. ഫിഖ്ഹി മസ്അല എന്നിടത്തിന് അപ്പുറത്തേക്ക് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവും. അവിടെ ഒരു പക്ഷേ നമുക്ക് ഈ ചർച്ചകളൊന്നുമല്ല പറയേണ്ടി വരികയും ചെയ്യുക. പൊതുവെ അഖീദ കിതാബുകളിൽ ഫിഖ്ഹി മസ്അല വരാറുണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ട്. നമ്മൾ മുമ്പ് തൊഹാറത്തിൽ പറഞ്ഞത് വുദൂഇൻ്റെ വിഷയം പറഞ്ഞപ്പോൾ നമ്മളെ സോക്സ് നടന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു. ഫിഖ്ഹിൻ്റെ മസ്അലയാണെങ്കിലും ചില ഫിഖ്ഹി മസ്അലകൾ അഖീദയുമായി ചേർന്ന് നിൽക്കും. അതിൽപ്പെട്ട ഒന്നാണ് ഈ സോക്സിന്മേൽ തടവൽ. നമ്മളന്ന് പറഞ്ഞു 1-ാം വാഴത്തിൽ വുദൂഇൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു അഖീദയുടെ ആദ്യകാല കിതാബ്. ഇന്നിപ്പോൾ അഖീദ കിതാബ് നമ്മൾ മലയാളത്തിൽ എഴുതിയ പുസ്തകമോ അറബി എഴുതിയ പുസ്തകമോ ഒക്കെ എടുത്തു നോക്കിയാൽ അഖീദ കിതാബ് എവിടെയും ഈ സോക്സിന്മേൽ തടവൽ കാണൂല. ഇപ്പോൾ വിശ്വാസം പഠിപ്പിക്കാൻ എത്ര ഗ്രന്ഥങ്ങൾ നമ്മളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതിലെവിടെയെങ്കിലും നമ്മളെ അഖീദയായിക്കൊണ്ട് സോക്സിന്മേൽ തടവണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ചർച്ച അങ്ങനെ ആ തലത്തിലേക്കില്ല. എന്നാൽ ഹിജറ 1-ാം നൂറ്റാണ്ട് 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ട അഖീദയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും അന്നത്തെ പണ്ഡിതന്മാരുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അവിടെയൊക്കെ എല്ലാവരും പറഞ്ഞ കാര്യമാണ് സോക്സിന്മേൽ തടവൽ ജായിസാണ് എന്നാണ് നമ്മുടെ അഖീദ. ഇമാം ത്വഹാവി, അബൂ ജഅഫർ ത്വഹാവിയുടെ അൽ അഖീദത്തു ത്വഹാവിയ്യ, അതിൽ അദ്ദേഹം അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വനറാ ജവാസൽ മസ്ഹി അലൽ ഖുഫൈൻ, ഖുഫകളിൽ മേൽ തടവൽ ജായിസാണ് എന്നാകുന്നു നമ്മുടെ നിലപാട്. അതെന്തെന്ന് വെച്ചാൽ അതൊരു ഫിഖ്ഹി മസ്അലയാണ്. ഒരാളിപ്പോൾ സോക്സിന്മേൽ തടവിയില്ല, അവിടെ അയാൾ അഖീദക്ക് കുഴപ്പം വരുമോ? ഒരാൾ കൈ താഴ്ത്ത് കെട്ടി, അവിടെ അയാൾ അഖീദക്ക് പ്രശ്നം വരുമോ? ഇല്ല. അതൊരു ഫിഖ്ഹാണ്. ഒരാൾ കൈ കെട്ടിയില്ല, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കൈ കെട്ടിയതേ ഇല്ല, ഇന്നെന്തുണ്ടാവുക? കറാഹത്താണ്. അതിനത്രയേ ഉള്ളൂ. പക്ഷെ ചില ഫിഖ്ഹി മസ്അലകൾ ചില പ്രദേശങ്ങളിൽ ചില കാലഘട്ടങ്ങളിൽ അഖീദയുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പം അന്നത്തെ കാലത്ത് സോക്സിന്മേൽ തടവാൻ പാടില്ല എന്നാണ് ഷിയാക്കളുടെ വാദം. അത് ബിദ്അത്താണെന്നാണ്. അവിടെ പള്ളിക്കൽ ഹൗദങ്ങൾ ഒന്നുണ്ടാക്കി കണ്ടാൽ ഒറ്റ സോക്സ് അയക്കണ്ടാ മനസ്സിലായി പോകാൻ പറ്റതാണ്. അന്നതായിരുന്നു. എല്ലാവരും ഒന്നുണ്ടാക്കുമ്പോൾ സോക്സിന്മേൽ തടവും. ഒറ്റ ഇടങ്ങാറായി ഈ ബൂട്ടൊക്കെ അവിടെ അയക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കുവാൻ ഷിയാണ്. അപ്പം അന്ന് ഷിയാക്കളെയും അഹ്ലുസുന്നയെയും വേർതിരിക്കാൻ ഏത് സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു അടിസ്ഥാന ഒരു ഐഡന്റിറ്റിയായിരുന്നു ഈ സോക്സിന്മേൽ തടവുക എന്നുള്ളത്. അവിടെ ഷിയാക്കളെ കിതാബിലൊക്കെ എഴുതും സോക്സിന്മേൽ തടവൽ ബിദ്അത്താകുന്നു. അപ്പോൾ അഹ്ലുസുന്ന കിതാബിലൊക്കെ എഴുതും സോക്സിന്മേൽ തടവൽ ജായിസാണ് എന്നാണ് നമ്മുടെ നിലപാട്. ജായിസാണ്, പക്ഷേ അത് നമ്മുടെ നിലപാടാകുന്നു എന്നതുപോലെ നമ്മുടെ നാട്ടിൽ ഇതൊരു അഖീദയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് ന്യായമാണോ അന്യായമാണോ ഒക്കെ മറ്റൊരു വിഷയം. എന്താണെങ്കിലും സുബൈലെ കുനൂത്ത് പോലെ തല തടവും പോലെ ഒക്കെ കൈകെട്ടൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഒന്നുണ്ടാക്കുമ്പോൾ ഒരുത്തം കൈ തടവ് കണ്ടു സുന്നിപ്പള്ളി തന്നെ. സുന്നിപ്പള്ളി നമ്മൾ സ്കീക്കാൻ കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ട് മറ്റേ ആൾക്കാണ് ഒരാളുടെ ഒന്നുണ്ടാക്കുമ്പോൾ ഇങ്ങനെ തടവിണ് ഒറ്റ. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കും? ഇതൊരു സലഫിയാണല്ലോ. നമുക്ക് അയാളെ ബാക്കിയൊന്നും അറിയില്ല, അയാളെ പേരോ നാടോ അയാളുടെ വിശ്വാസം ഒന്നും അറിയില്ല. പക്ഷെ ഈ തടവ് കണ്ടാൽ മനസ്സിലാക്കുവാനൊരു സലഫികൾ സലാം പറഞ്ഞു നോക്കുന്നേ. ഒന്ന് അറിയാൻ വേണ്ടി പുറത്ത് ചോദിക്കാൻ സലാം ചെല്ലിങ്ങൾ ഇവിടെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഓ സലഫി തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ എന്താ തല ഇങ്ങനെ തടവിയാലും പകുതി അടവിയാലും ഒന്നും ശരിയാവൂലേ? ശരിയാവും. തല പകുതി അടവി ഒന്നും ശരിയാവുമല്ലോ. ഫുള്ള് അടവിയാലേ ഒന്നും ശരിയാവുള്ളൂ എന്നൊന്നുമില്ല. തലയിൽ തടവൽ എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും സഹിയാവും. പക്ഷെ അതൊരു ഫിഖ്ഹാണ്. ഫിഖ്ഹാണെങ്കിലും ഇവിടെ അഖീദയിൽ അഹ്ലുസുന്നയും അല്ലാത്തതും തമ്മിൽ വേർതിരിയുന്ന ഒരു അളവുകോലായി അത് മാറിക്കഴിഞ്ഞു. അഞ്ഞ് എല്ലാ കാലത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല.
ചിലപ്പോൾ 100 കൊല്ലം കഴിയുമ്പോൾ സുന്നികളൊക്കെ ഇങ്ങനെ ഫുള്ള് നടന്നു തുടങ്ങിയിരിക്കുക. ഇപ്പം തന്നെ ചില ഉസ്താദ്മാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, പേരോടൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ തടവ തുടങ്ങി. അപ്പം ഇതൊരു വ്യത്യാസമാവില്ല. അപ്പം തടവ് നോക്കിയിട്ട് മാത്രം ആടെ ചെയ്യാൻ കഴിയാം. കൈ ഇങ്ങനെ കെട്ടി നമ്മുടെ നാട്ടിൽ, അപ്പം നമ്മൾ മനസ്സിലാക്കുവാന് സലഫിയാണ് എന്ന് മനസ്സിലാക്കും. അപ്പം അതിപ്പോൾ ഒരു ഫിഖഹിയായ കിതാബിനെ ചർച്ച എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ അത്ര വലിയ ഗൗരവത്വം നമുക്ക് അവിടെ കിട്ടൂല. നമ്മുടെ നാട്ടിൽ ഇത് ഇപ്പോൾ മറുപടിയിലും വാദപ്രതിവാദത്തിലും വരെ ചർച്ചയായി വിഷയിക്കും. അതൊരു അബദ്ധമൊന്നുമല്ല. അതങ്ങനെ നമ്മളെ മുമ്പുള്ളവർ ഭയങ്കര അബദ്ധം കാണിച്ചു, അങ്ങനെ ചർച്ച ചെയ്യാൻ മാത്രമില്ല എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ ഫിഖഹിലേക്ക് പോകുമ്പോൾ അതൊരു കർമ്മശാസ്ത്ര വിഷയം എന്ന നിലക്കാണ് ചർച്ചയ്ക്ക് എടുക്കുക. അതുകൊണ്ടാണ് അത് ആ നിലക്ക് ചർച്ച ഉണ്ടാവും. അത് നമ്മൾ ആ നിലക്ക് കണ്ടാലും മതി. അപ്പോൾ ഇവിടെ യുഹയ്യൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ സെലക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ചിലരൊക്കെ പറയാം ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ എവിടെയും കെട്ടിക്കോട്ടെ പുറത്തായി കച്ചറ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞതൊക്കെ ചിലപ്പോൾ ജമാഅത്തിലൊക്കെ പഴുതി കേൾക്കുമ്പോൾ അതും ഇതും ഒന്നല്ല. അത് ഫിഖ്ഹി മസ്അല ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാവും. ഫിൽ മൗദിഇല്ലദീ യദഉ യദഹു യദൈഹി അലൈഹി, തൻ്റെ കൈകൾ എവിടെ വെക്കണമെന്ന വിഷയത്തിൽ നിസ്കരിക്കുന്നവന് സ്വാതന്ത്ര്യമുണ്ട്. ഫയദഉഹുമാ, അതവന് വെക്കാം ഫൗഖ സുറ, പൊക്കിളിന് മുകളിൽ, തഹ്ത സുദ്രി, നെഞ്ചിന് താഴെ, ഔ അല സുറ, അല്ലെ പൊക്കിളിന്മേൽ, ഔ തഹ്ത സുറ, അല്ലെ പൊക്കിളിന് താഴെ. ഇതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന്. കാരണം ഇങ്ങനെയൊക്കെ റിവായത്തുകൾ വന്നു. പക്ഷെ ആ റിവായത്തുകൾ ഒന്നും സ്വഹിയല്ല. പൊക്കിളിന് താഴെ വെക്കണം സ്വഹിയല്ല, പൊക്കിളിന് മീതെ വെക്കണമെന്നും സ്വഹിയല്ല, നെഞ്ചിൻ്റെ എടുത്ത് വെക്കണമെന്നും സ്വഹിയല്ല. അതിലൊക്കെ ചില ദുർബലതകൾ എല്ലാത്തിലുമുണ്ട്. പക്ഷേ പൊതുവേ അതിൽ മുഹദ്ദിസുകളായ ആൾക്ക് പറഞ്ഞ, അപ്പോൾ ഈ കാലത്ത് ജീവിച്ചിരിപ്പുള്ള മദീനയിലെ ഒരു വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിദഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഒരു ദർസുണ്ട് ഈ വിഷയത്തിൽ. അദ്ദേഹം അതിൽ പറഞ്ഞത് ഇത് 3 ദഈഫാകും. പക്ഷേ ഏറ്റവും അധികം ദുർബലമായ റിവായത്ത് പൊക്കിളിന് താഴെ വെക്കാത്തതാണ്. അതിനേക്കാൾ പ്രബലമാണ് പൊക്കിളിന് മീതെ വെക്കായിരുന്നത്. അതിനേക്കാൾ പ്രബലമാണ് പിന്നെ വയറിനും മീതെ അല്ലെങ്കിൽ നെഞ്ചിന്മേൽ വെക്കുക എന്നത് മറ്റതിനേക്കാളും പ്രബലമാണ് എന്നാണ് പറഞ്ഞത്. അതൊരു നിലപാടാണ്. എന്നാൽ ഇതിൽ 3 റിവായത്തുകൾ നെഞ്ചിന്മേൽ വെക്കുന്ന വിഷയത്തിൽ വന്നു. 3 റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നു. ആ 3 ദുർബലതയുണ്ട്. പക്ഷേ ഈ 3 റിവായത്തുകൾ വന്നതുകൊണ്ട് അത് ഒന്ന് മറ്റൊന്ന് ശക്തിപ്പെടുത്തുമോ ഇല്ലേ എന്ന ചർച്ചകൾ പഴയകാലം മുതലേ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഫിഖ് ക്ലാസ്സിൽ പറഞ്ഞു പോയ ഒരു അസലാണ്. ഒരു കാര്യം വ്യത്യസ്ത റിപ്പോർട്ടിൽ വന്നാൽ ചിലപ്പോൾ ഒരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടിനെ ബലപ്പെടുത്തും, ചിലപ്പോൾ ഒരു റിപ്പോർട്ട് മറ്റൊരു റിപ്പോർട്ടിനെ ബലം കുറക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് വിഷയം. ഒരേ കാര്യം 4 ആൾ പറഞ്ഞു, 4 ആൾ പറഞ്ഞും സ്വീകാര്യയോഗ്യമായതല്ല. എന്നാലും 4 ആളും കൂടി പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം മനസ്സിലാക്കാം. ചിലപ്പോൾ 4 ആൾ പറഞ്ഞാലോ നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും ഇത് ശരിയല്ല എന്ന്. കാരണം 4 ആളും മഹാ തട്ടിപ്പന്മാരായിരിക്കാം. ഈ കാര്യമില്ല, ഹദീസെല്ലാം പറഞ്ഞത് ഒരു പൊതുകാര്യത്തിൽ ഒരാളൊരു കാര്യം പറഞ്ഞു, ഓനെ നമുക്ക് വിശ്വാസമില്ല. അപ്പോൾ ഓനേക്കാളും മോശക്കാരെ വാർത്തം പറഞ്ഞു, ഓൻ പറഞ്ഞത് ശരിയാണ് കാരണം. അപ്പം നമ്മളെന്താ മനസ്സിലാക്കുക, എന്നായതായാലും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ അതിനേക്കാളും മോശപ്പെട്ട വാർത്തം പറഞ്ഞു, ഇപ്പോൾ 2 പറഞ്ഞത് ശരിയാണ് കാരണം. ഇപ്പം എനിക്ക് ഉറപ്പായി ഏതായാലും ശരിയല്ല. അതാണ് യൂഹിനു ബഅ്ദുഹു ബഅ്ദ യശുദ്ദു ബഅ്ദുഹു ബഅ്ദ. ഉസൂൽ ഹദീസിലെ 2 തലമാണത്. ചില റിവായത്തുകൾ കൂടുതൽ ത്വരീഖിൽ വന്നാൽ അത് ഒന്ന് മറ്റൊന്നിനെ ബലം കുറക്കും, ചിലത് ഒന്ന് മറ്റൊന്നിനെ ബലം കൂട്ടും. അതൊക്കെ ഉസൂൽ ഹദീസ് ശാസ്ത്രത്തിലെ മൈന്യൂട്ടായ ചില വശങ്ങളാണ്. അപ്പം ഇവിടെ 3 രൂപത്തിൽ 3 സനദുകളിൽ വന്നു ഈ കൈ നെഞ്ചിന്മേൽ വെക്കണം എന്നുള്ളത്. കൈ നെഞ്ചിന്മേൽ അലസ്വദരി എന്ന പ്രയോഗം 3 രൂപത്തിൽ വന്നു, 3 റിവായത്തിൽ വന്നു. ഈ 3 റിവായത്തിലും ദുർബലതയുണ്ട്. അതുകൊണ്ട് ഈ 3 റിവായത്തുകൾ വന്നതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ ബലപ്പെടുത്തുമോ അതല്ല ബലപ്പെടുത്തുകയില്ലയോ, ആ ചർച്ച പഴയകാലം മുതൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ ബലപ്പെടുത്തും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് അത് പ്രകാരം അതിന് ബലം നൽകുകയും അതുകൊണ്ട് മറ്റതിനേക്കാൾ ബലം ഇതിനുണ്ട്. അതപ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയൊക്കെ പറഞ്ഞത്. അതായത് ദുർബലമാണെങ്കിലും യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നു എന്ന തത്വപ്രകാരം മറ്റേ റിവായത്തിനേക്കാളും കുറച്ചും കൂടെ പവർ ഇതിനുണ്ട്. അതും വഈഫാണ്, ഇതും ദുർബലമാണ്, മറ്റും ദുർബലമാണ്. അപ്പം അതിനേക്കാൾ ബലം ഇതിനുണ്ട്. എന്നാൽ അങ്ങനെ ബലപ്പെടുത്തുകയില്ല, അങ്ങനെ ബലപ്പെടുത്താൻ പര്യാപ്തമായ റിവായത്തല്ല എന്ന അഭിപ്രായമാണ് നമ്മുടെ ഈ ഗ്രന്ഥമെഴുതിയ ഷെയ്ഖിനുള്ളത്. ഒരു റിവായത്ത് മറ്റൊരു റിവായത്തെ ശക്തിപ്പെടുത്താനുള്ള മാനദണ്ഡം എന്തൊക്കെയാണോ ആ മാനദണ്ഡങ്ങൾ ഇതിൽ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് 3 വഴിക്ക് വന്നെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം പിന്നെ അത് വഴീഫാണ്, സ്ഥിരപ്പെടാത്ത പോലെയായി. അങ്ങനെ ഒരാൾക്ക് ബോധ്യപ്പെട്ടാലോ
സ്വാഭാവികമായിട്ടും നെഞ്ചിന്മേൽ കെട്ടേണ്ടതില്ല എന്ന് അദ്ദേഹം പറയും. പിന്നെ എവിടെ കെട്ടണം അദ്ദേഹം പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞത്? യുഹയ്യറു പറഞ്ഞത് ഇഷ്ടം പ്രവർത്തിക്കാം. കാരണം ഇന്നത് എടുക്കണം എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു തെളിവ് കാണാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. അത് കെട്ടിനുറപ്പാണ്. വലത്തേക്ക് ഇടത്തേക്കമേ വെച്ചു പറഞ്ഞു. ഇച്ചാണിപ്പം ഇങ്ങനെ കൂതല്ലോ, കൈ പിടിച്ചതിന് പുറത്തിങ്ങനെ പിടിച്ചിക്കൂല. അപ്പം എന്തായാലും വെച്ചു ഉറപ്പാണ്. അത് എവിടെ എന്ന് വന്ന റിവായത്താണ് ഇപ്പം ഇതൊക്കെ. പൊക്കിളിന് താഴെ എന്ന റിപ്പോർട്ട് വന്നു, പൊക്കിളിന്മേൽ എന്ന റിപ്പോർട്ട് വന്നു, പൊക്കിളിന് മീതെ എന്ന റിപ്പോർട്ട് വന്നു, നെഞ്ചിന്മേൽ എന്ന റിപ്പോർട്ട് വന്നു. പക്ഷെ എല്ലാ റിപ്പോർട്ടിനും ഒന്നല്ലെങ്കിൽ ഒരു പോരായ്മ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പം പിന്നെ അതിൽ ഏതെടുക്കും? അപ്പം എല്ലാം ദുർബലമാണെങ്കിലും അതിൽ കൂടുതൽ ബലപ്പെട്ടത് ഏത്? അപ്പം അതിൽ ബലപ്പെട്ടു എന്ന് പറയാൻ പൊതുവെ സ്വീകരിക്കപ്പെട്ടത് ഇതാണ്. പക്ഷെ അത് ബലപ്പെട്ടു പറയാൻ ന്യായം എന്താണ്? ഇത് 3 രൂപത്തിൽ വന്നു. അപ്പോൾ ഒരു റിവായത്ത് മറ്റൊരു റിവായത്തിനെ ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ഇതിന് ബലം കൂടി. എന്നാൽ അങ്ങനെ ശക്തിപ്പെടുത്താനുള്ള മാനദണ്ഡം ഇതിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരാൾ മനസ്സിലാക്കിയാലോ അതിന് ബലം കൂടുതൽ പറയാൻ പറ്റില്ല. അത് അൽബാനയ്ക്ക് ഇത് സ്വഹീഹനാണ്. അൽബാനയ്ക്ക് ഇത് ഈ തത്വപ്രകാരം ഇത് സ്വഹീഹാണ് എന്ന് അംഗീകരിച്ച് പോകുന്നവരാണ്. അത് ഇന്നും തരുന്നല്ല. പഴയകാലം മുതലത്തെ പഴയകാലത്തെ ഫിഖുകൾ ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മഅദ് ചർച്ചകൾ കാണാം, ഷെയ്ഖ് സാഹിബ് തൈമിയുടെ കിതാബ് ചർച്ചകൾ കാണാം. അതൊക്കെ ആ കാലം അതിനു മുമ്പുള്ള കാലങ്ങൾ മുതൽ തന്നെ ഈ റിവായത്തിനെ പറ്റിയ ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട്. ഇമാം ബുഖാരി അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഇമാം ബുഖാരി കൈകൾ ഉയർത്തൽ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം കൊടുത്തത് ബാബുൽ ഖുശൂ എന്നാണ്. കൈകൾ ഉയർത്തൽ എന്ന അധ്യായം ഇമാം ബുഖാരി കൊടുത്തു. പിന്നെ അടുത്ത ബാബുൽ ഖുശൂ എന്ന അധ്യായം. അവിടെ ഇമാം അസ്കലാനി ചർച്ച ചെയ്യുന്നുണ്ട്. ഖുശൂ എന്ന അധ്യായം ഇവിടെ കൊണ്ടുവരാൻ ഒരു ചാൻസും ഇല്ലല്ലോ. ഒന്നുകിൽ ആദ്യത്തെ കൊടുക്കാം അല്ലെങ്കിൽ അവസാനത്തെ കൊടുക്കാം. അപ്പോൾ കൈകൾ ഉയർത്തൽ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട അധ്യായം എന്താണ്? കൈകൾ താഴ്ത്തൽ, അത് വക്കൽ എന്നാണല്ലോ. പക്ഷെ അവിടെ കൊണ്ടിട്ട് ബാബുൽ ഖുശൂ പറയാൻ കാരണം ഖുശൂവിനോട് യോജിക്കുന്ന നൃത്തം ഇതാണ്, അതിലേക്കുള്ള സൂചനയാണ്. പക്ഷേ ഇവിടെ വെക്കണം എന്ന് പറയാൻ ഇമാം ബുഖാരിയുടെ നിബന്ധന പ്രകാരം ഒരു ഹദീസ് കിട്ടിയിട്ടില്ല. ഇമാം ബുഖാരിക്ക് സ്വഹീഹ് ആയാലും പോരല്ലോ, അതിലും പുറമെ ഒന്നുകൂടെ ബലം കൂടിയെങ്കിൽ ഇമാം ബുഖാരി എടുക്കുള്ളൂ. അപ്പം ഇമാം ബുഖാരി ഷർത്തു പ്രകാരം സ്വീകരിക്കാവുന്നൊരു ഹദീസും കിട്ടിയില്ല. എന്നാൽ ഇമാം ബുഖാരിക്ക് ഈ അഭിപ്രായത്തോട് കൂടി യോജിപ്പുണ്ട്. അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് ഖുശൂ എന്ന അധ്യായം വെച്ചത്. അപ്പം ഖുശൂ വെക്കാൻ കാരണം ഖുശൂവിനോട് യോജിക്കുന്ന നൃത്തം ഇതാകുന്നു എന്ന സൂചനയാണത് എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇമാം അസ്കലാനി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വല്ലാഹു അഅലം. അല്ല, ഇമാം മുസ്ലിം ചർച്ച എൻ്റെ ശ്രദ്ധയിലില്ല. അല്ലാഹു അഅലം. പിന്നെ അപ്പോൾ ഒന്നുകിൽ അവന് ഫൗഖ സുറ തഹ്ത സ്വദരി ഔ അല സുറ ഔ തഹ്ത സുറ, പൊക്കിളിന് താഴെ പൊക്കിളിന്മേൽ നെഞ്ചിന് താഴെ ഒക്കെ അവന് വെക്കാം, ഇഷ്ടം പ്രവർത്തിക്കാം. വഹാദിഹി ത്വരീഖത്തു അഹ്ലിൽ ഹദീസ്, ഇതാവുന്നു അഹ്ലുൽ ഹദീസിൻ്റെ രീതി എന്നാണ്. വസറഹ ബിഹാ, ഇത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഫി ഹാദൽ മൗദിഇ, ഈ സ്ഥലത്ത് ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വൈറു വാഹിദിൻ മിൻ അഹ്ലിൽ ഇൽമി, ഒന്നിലേറെ പണ്ഡിതന്മാർ ഈ ഒരു നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ലിഅദ്മി സുബൂതി ശൈഇൻ മർഫൂഇൻ ഔ മൗഖൂഫിൻ ഫീ തഹ്ദീദി മൗദിഇൽ യദൈനി. കണ്ടോ, കൈകൾ വെക്കുന്ന സ്ഥലം നിർണയിക്കുന്നതിൽ നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഒരു കാലം സ്ഥിരപ്പെട്ടു വരാത്തതിനാലാണ് ഇതിങ്ങനെ പറഞ്ഞത് എന്ന്. അപ്പം ക്ലിയറാണ്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? ഇതിലൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. എങ്ങനെ? അതെ, മർഫൂ ആയോ മൗഖൂഫായോ വന്നിട്ടില്ല. അത് നബിതങ്ങൾ പറഞ്ഞുവെന്നോ സ്വഹാബിമാർ പറഞ്ഞുവെന്നോ എന്തില്? ഫീ തഹ്ദീദി മൗദിഇൽ യദൈനി, ഇരു കൈകളുടെ സ്ഥാനം നിർണയിക്കുന്നതിൽ. അപ്പം എവിടെ വെക്കണം എന്നതിൽ നിർണയിക്കുന്ന ലിഅദ്മി സുബൂതി ഷൈഇൻ, ഒന്നും സ്ഥിരപ്പെട്ടു വരാത്തതിനാൽ, മർഫൂഇൻ നബിയിലേക്ക് ചേർത്തിക്കൊണ്ട്, ഔ മൗഖൂഫിൻ അല്ലെങ്കിൽ സ്വഹാബിക്ക് ചേർത്തിക്കൊണ്ടുള്ള ഒന്നും സ്ഥിരപ്പെട്ടു വരാത്തതിനാൽ, ഫീ തഹ്ദീദി മൗദിഇൽ യദൈനി, രണ്ട് കൈകളുടെ സ്ഥലം വെക്കേണ്ട സ്ഥലം നിർണയിക്കുന്നതിൽ നിൽക്കുന്ന നബീനൊന്നും സ്ഥിരപ്പെട്ടു വരാത്തതിനാലാണ് തഖയ്യുറുണ്ട് എന്ന് പറഞ്ഞത്. യുക്റഹു വൽഉൽ യദൈനി അല സ്വദരി ലിഅന്ന വൽഅഹുമാ അലൈഹി ഫീഹി ശൈഉൻ മിനത് തകല്ലുഫി. ശേഷം അദ്ദേഹം പറഞ്ഞു നെഞ്ചിന്മേൽ വെക്കുക എന്നത് കറാഹത്താണ്. എന്തുകൊണ്ട്? ലിഅന്ന വൽഅഹുമാ അലൈഹി, നെഞ്ചിന്മേൽ വെക്കുക എന്നത് ഫീഹി ശൈഉൻ മിനത് തകല്ലുഫി, അത് തകല്ലുഫ് ഉണ്ട്.
അപ്പം തക്കല്ലുഫുള്ള വെപ്പാണ് അദ്ദേഹം എതിർത്ത് മനസ്സിലായി. തക്കല്ലുഫ് ഒരു കൃത്രിമത്വം, അതിൽ ഒരു ഓവർ ഒരു പിന്നെ ഇടങ്ങാറുണ്ടാക്കി വെക്കുക. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒക്കെ അതാണ് അദ്ദേഹം ഉദ്ദേശം ഉണ്ടാവുക. മറ്റേതായാലും പറയില്ലല്ലോ, മറ്റേ കറാഹത്ത് പറയില്ല. കാരണം അദ്ദേഹം പറഞ്ഞു തക്കല്ലുഫ് ഉള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു കൃത്രിമം ഒരു ഇടങ്ങാറായിക്കാണ്ടുള്ള വെപ്പ് അതേതായിരുന്നാലും ഇല്ല എന്നർത്ഥം. അതിൽ വന്ന റിവായത്തുകൾ സ്ഥിരപ്പെട്ടതല്ലാത്തതിനാലും അല്ലാഹു ഫിഖഹി മസ്അല എന്നതിലേക്ക് നമുക്കതിനെ ആ നിലയ്ക്ക് ഉൾക്കൊള്ളാം. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞ പോലെ ഇത് കേവലം ഒരു ഫിഖഹി മസ്അല അല്ല, അത് അപ്പുറത്ത് അഖീദയുമായി ചില ബന്ധങ്ങൾ അതിനുണ്ട്. തലവുന്ന വിഷയം പറഞ്ഞ പോലെ, സുബൈല ഖുനൂത്ത് പോലെ, തറാബീഹിന്റെ റക്അത്ത് പോലെ, ഇതൊക്കെ പക്ഷേ മുൻഗാമികളുടെയോ ആധുനികരുടെയോ ഗ്രന്ഥങ്ങളിൽ പോലും ഫിഖ് മാത്രം ചർച്ച ചെയ്ത കിതാബിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടുകാർ ചർച്ചകളായിരിക്കണം എന്നില്ല ഒരു പക്ഷെ അവിടെ കാണുന്നത്. എന്നാൽ അത് അഖീദയുമായി ബന്ധപ്പെടുമ്പോൾ അതിലൊക്കെ വകുപ്പുകൾ മാറുകയും ചെയ്യും. അതെല്ലാ കാലത്തും ഉണ്ട്. അങ്ങനത്തെ ഗ്രന്ഥമുണ്ട്. അൽ മസായിൽ ഫിഖ്ഹിയ ഫീ കുതുബിൽ അഖീദ എന്ന പേരിൽ തന്നെ കിതാബ് ലഭ്യമാണ്. അഖീദ ഗ്രന്ഥങ്ങളിൽ വന്ന ഫിഖ്ഹി മസ്അലകൾ, അൽ മസായിൽ ഫിഖ്ഹിയ ഔ അൽ മസായിൽ ഫുറുഇയ്യ, ഫിഖ്ഹിയായ മസ്അലകൾ ഫീ കുതുബിൽ അഖീദ, അഖീദ ഗ്രന്ഥങ്ങൾ. ഏതൊക്കെ കാലത്ത് അഖീദ കിതാബുകളിൽ ഫിഖ്ഹിയായ മസ്അലകൾ വന്നു, എന്തുകൊണ്ട് അവിടെ വന്നു, എന്തതിന് പശ്ചാത്തലം, അന്ന് പറയാൻ കാരണം എന്താണ് എന്നാണ് ആ കിതാബിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് ഇത്തരം ഒന്നുകൂടെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകൾ. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ സുന്നത്തിൻ്റെ ആളുകളും വിദേഹത്തിൻ്റെ ആളുകളും തമ്മിൽ വേർതിരിയുന്ന ചില അടിഞ്ഞെറ്റികളായി ഇതൊക്കെ മാറിക്കഴിഞ്ഞു. അതുള്ളിടത്ത് നമ്മൾ ആ വശം കൂടി പരിഗണിച്ചിട്ടേ അതിൻ്റെ ഫിഖ്ഹി വശം പറയാൻ പറ്റുള്ളൂ. അതൊന്നും ഇല്ലാതായി പോയാലോ, തേഞ്ഞു മാഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ അതൊന്നും ഒരു ചർച്ച ഇല്ലാതായി മാറി എങ്കിലോ അപ്പോൾ പ്രശ്നം ഉണ്ടാവുകയുമില്ല. ഖബർ വിഷയത്തിൽ ഇമാം നബി ശറഹ് മുഹദ്ദബിലൊക്കെ ചർച്ച കൊടുക്കാൻ പറ്റും. ഖബർ ഒഴിച്ചാണ് ഉയർത്തണമല്ലോ, ഒഴിച്ചാണ് ഉയർത്തിയിട്ട് പിന്നെ അതിനെ മേൽഭാഗം കൂർപ്പിക്കുകയാണോ വേണ്ടത്, പരത്താണോ വേണ്ടത്, അന്നത്തെ ചർച്ചയാണ്. കാരണം അന്ന് ഷിയാക്കൾ ഓല ഖബറിന് പ്രത്യേകമായ രൂപം ഉണ്ടാക്കിയിരുന്നു. ഒഴിച്ചാണ് ഉയർത്തിയിട്ട് തന്നെ പ്രത്യേകമായ രൂപം ഉണ്ടാക്കി. അപ്പോൾ അവരോട് എതിരാകാൻ വേണ്ടി അഹ്ലുസുന്നയുടെ ഖബർ അങ്ങനെ ആകാൻ പാടില്ല എന്ന് ചർച്ചാ കാലത്ത് വന്നിരുന്നു. അപ്പം തസ്നീം ഇതിങ്ങനെ കൂർപ്പിച്ച് വെക്കണോ അല്ല പരത്തി വെക്കണോ എന്ന ചർച്ച ശറഹ് മുഹദ്ദബിലൊക്കെ കാണാൻ പറ്റും. അപ്പം ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു റാഫിലിയാക്കളുടെ ഷിആർ ഓല ചിഹ്നം അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നതിനെ എതിർത്ത പണ്ഡിതന്മാർ നമുക്ക് കാണും. അപ്പോൾ ഓരോ കാലത്തുണ്ടാവും. ഒരു നാട്ടിലുള്ളത് മറ്റു നാട്ടിലുണ്ടാകണം എന്നില്ല, ഒരു തലമുറയിലുള്ളത് വേറെ തലമുറ ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ഈ പശ്ചാത്തലമൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ കേവലം ഫിഖ്ഹി കാഴ്ചപ്പാടിൽ മാത്രം ഒരു കിതാബ് എഴുതുമ്പോൾ ഈ പറഞ്ഞതാണ് അതിൻ്റെ ഏറ്റവും ക്ലിയറായത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അഖീദയുമായി ഇത് ചേർന്ന് വയ്ക്കുന്ന വിഷയമായത് കൊണ്ട് തന്നെ ഈ മസല മാത്രം എടുത്തുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എവിടെയും വെക്കുക എങ്ങനെയും വെക്കുക എന്ന തരത്തിലേക്കല്ല നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടത്. വല്ലാഹു അഅലം. ഇനി രണ്ട് മസലയും കൂടി. വയുക്റഹു അയ്ളൻ, അതേപോലെ കറാഹത്താണ് മാ യഫ്അലുഹു ബഅദുൽ ജുഹാലി ഫീ ഹാദൽ അസ്ർ, ഈ കാലത്ത് ചില ജാഹിലീങ്ങൾ ചെയ്യുന്ന പണിയുണ്ട്. മിൻ വദ്ഇ യദൈഹി അലാ ജംബിഹിൽ ഐസർ, ഇടത്തെ ഭാഗത്തേക്ക് വെക്കുക എന്നുള്ളത്. ഇങ്ങനെ പ്രത്യേകം കുറിച്ചുകൊണ്ട് ഇടത്തോട്ട് വെക്കുക, അത് കറാഹത്താണ്. ലിഅദ്മി ദലീലി അലാ ദാലിക, അതിന് തെളിവില്ലാത്തതിനാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ശറഹ് മുംതയിൽ ഈ മസല ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ ഇടത്തെ ഭാഗത്തേക്ക് പ്രത്യേകമായി കൈവെക്കുന്നതായി കാണുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ചോദിച്ചാൽ അവൻ പറയും അവിടെയാണല്ലോ കൽബുള്ളത് എന്ന് പറയും. എന്നിട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞു അത് വളരെ ദുർബലമായ ഒരു കാരണമാകുന്നു. കൽബുള്ളവർക്ക് വെക്കണമെങ്കിൽ അത് നബി പറയണം. അപ്പം എന്തുകൊണ്ടും ഇവിടെ ഞാൻ പറഞ്ഞു മൗലിയുടെ കൽബാണ്, കൽബിൻ്റെ സ്ഥാനമാണ്, അപ്പോൾ അവിടെ ഖുശൂ അവിടെയാണ്, അത് സംരക്ഷിക്കാൻ എന്നൊക്കെ കാരണം പറഞ്ഞവരുണ്ട്, കുറച്ച് മുമ്പുണ്ട്, ഇപ്പോഴൊന്നും മാത്രമൊന്നുമില്ല. പക്ഷെ അങ്ങനെ പ്രത്യേകം ഒരു ഇല്ലത്ത് പറയാൻ പ്രത്യേകിച്ചൊരു റിവായത്ത് ഒരു ഹദീസ് ഇല്ലാത്തടത്തോളം ആ ഇല്ലത്ത് പറയാവതല്ല. അപ്പോൾ നെഞ്ചിമ വെക്കുക, നെഞ്ചിമ വെക്കുക, പൊക്കിൾ വെക്കുക, പൊക്കിൾ വെക്കുക, അതാണ് അതിലുള്ളത്. എവിടെയാണോ വെക്കാൻ പറഞ്ഞാൽ അവിടെ വെക്കുക. അല്ലാതെ അത് പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തേക്ക് കുറച്ച് ചെറിയ സുന്നത്താണ് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല എന്നർത്ഥം. കമാ യുക്റഹു മാ യഫ്അലുഹു ബഅദുൻ നാസ്, അതേപോലെ കറാഹത്താണ് ചില ആളുകൾ ഇക്കാലത്ത് ചെയ്യുന്നത്. ഫി ഹാദൽ അസ്ർ, ഇക്കാലത്ത്. മിൻ ഖബ്ലിൽ മിർഫഖി, ഈ കാലിൻ്റെ മുട്ടുമ പിടിക്കുക, മിർഫഖ് ഇങ്ങനെ വെക്കുക, അതും കറാഹത്താകുന്നു. ഇവിടെ ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടും ഇവിടെക്കാൻ പറഞ്ഞു, ഇവിടെ പിടിക്കാൻ പറഞ്ഞു, ഇവിടെക്കാൻ പറഞ്ഞു, എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ മുട്ട് മിർഫഖ്, കൈ മുട്ടിന്മേൽ പിടിക്കുക എന്നത് അത് കറാഹത്താണ്. ലിഅദ്മി ദലീലി അലാ ദാലിക, അതിനും തെളിവ് പ്രത്യേകിച്ച് വന്നിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ
ളീഫായിട്ടാണെങ്കിൽ ശരി അങ്ങനെ നബി അങ്ങനെ മുട്ടിന്മേൽ കൈവച്ചു എന്ന് പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് അത് കറാഹത്തായ വെപ്പാകുന്നു. കറാഹത്ത് പറയാൻ കാരണം എന്താണ്? ഇവിടെ സുന്നത്താണ്. അപ്പം ഞാൻ ഇവിടെ വെച്ചു, നിസ്കാരം ബാത്തിലാവുന്നില്ല. ഒരാൾ തീരെ വെച്ചില്ല, നിസ്കാരം ബാത്തിലാവില്ല. അത് സുന്നത്തായ കാര്യമാണ്. അപ്പം ആ സുന്നത്ത്, ആ അഫ്ളലിയത്ത് കിട്ടാൻ ചെയ്യേണ്ടത് വലത് മുൻകൈ ഇടത് മുൻകൈമേലായോ, വലത് മുൻകൈ ഇടത്തെ മുഴങ്കൈമേലായോ വെക്കുക. എന്നിട്ട് ഈ പറഞ്ഞ രൂപത്തിൽ അവൻ വെക്കുന്നു. ഇതാണ് കൂടുതൽ അവൻ്റെ സുന്നത്ത് കിട്ടാൻ അനുയോജ്യമായ രീതി. ഹാദാ വല്ലാഹു അഅലം. അവിടെ ആ ഫസ്ലവിടെ കഴിഞ്ഞു. അപ്പം കയ്യെ പൊക്കൽ പറഞ്ഞു, താഴ്ത്തൽ പറഞ്ഞു, വെക്കൽ പറഞ്ഞു. ഇനി നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന ആൾ എങ്ങോട്ട് നോക്കണം എന്നാണ് അടുത്ത മസല. ഖിബിലയിലേക്കാണോ, സുജൂദ് സ്ഥാനത്തേക്കാണോ, ഏതെങ്കിലും സന്ദർഭത്തിൽ അല്ലാത്ത നോട്ടം ഉണ്ടോ? ഇതൊക്കെയാണ് ഇനിയുള്ള ബാബിൽ ചർച്ച വരുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ് എടുക്കാം. അസ്സലാമു അലൈക്കും.